Hello students, ഇന്ന് നമ്മൾ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിലെ ബാഡ് ഡെറ്റ്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹെഡിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്. ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിസിനസ്സിലെ അലവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്. P&L അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും ബാഡ് ഡെറ്റ്സ് വരും, ക്രെഡിറ്റ് സൈഡിലും ബാഡ് ഡെറ്റ്സ് വരും. ഡെബിറ്റ് സൈഡിൽ വരുന്ന ബാഡ് ഡെറ്റ്സ് ഈ വർഷത്തെ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് ആണ്. ക്രെഡിറ്റ് സൈഡ് വരുന്ന ബാഡ് ഡെറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് അല്ലേ. നമുക്കറിയാം ബാഡ് ഡെറ്റ്സ് എക്സ്പെൻസ് ആണ്, കിട്ടാക്കടാണ്, അതുകൊണ്ടാണ് അത് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ആണ്. അതായത് പണ്ട് നമ്മൾ കിട്ടാക്കടമായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ഒരു ബാഡ് ഡെറ്റ് ഇപ്പോൾ കിട്ടി, അതാണ് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്. അപ്പോൾ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് ബിസിനസ്സിന് ഒരു അലവബിൾ അല്ലെങ്കിൽ അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്, യാതൊരു ട്രീറ്റ്മെൻറ്റും വേണ്ട. ബാഡ് ഡെറ്റ്സ് റിക്കവേർഡും ഇതുപോലെ തന്നെ എന്തായിട്ട് കണക്കാക്കാം? ബിസിനസ്സിൻ്റെ അഡ്മിസിബിൾ ഇൻകം ആണെങ്കിൽ അതിനെ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, ബിസിനസ്സിൻ്റെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അതിലൊരു വ്യത്യാസം വരും. ആ വ്യത്യാസം നമ്മൾ പഠിക്കാൻ പോണത്. ഇനി തിയറി നോക്കുക. സംടൈംസ് ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് ഇൻ ദി പ്രീവിയസ് ഇയേഴ്സ് മേ ബി റിക്കവേർഡ് ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയർ. അതായത് നമുക്ക് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ തരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ അത് പണ്ട് കാലത്ത് റൈറ്റ് ഓഫ് ചെയ്ത ബാഡ് ഡെറ്റ്സ് ആണ്. പണ്ട് നമ്മൾ കിട്ടാക്കടായി, അത് നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ നാച്ചുറലി ഇറ്റ് വിൽ അപ്പിയർ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ P&L അക്കൗണ്ട് ആസ് എൻ ഇൻകം. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ കണക്കാക്കുക? അത് ഇൻകമാണ്, P&L അക്കൗണ്ടിലാണ് കാണിക്കുക. Now at the time of writing of bad debts in any of the past years, if the assessing officer of the income tax department has allowed it as an expense and deducted it from the net profit, it can be treated as an income. അതായത് പണ്ട് നമുക്കൊരു ബാഡ് ഡെറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസസിങ് ഓഫീസർ ആ പണ്ട് റൈറ്റ് ഓഫ് ചെയ്ത ബാഡ് ഡെറ്റ്സ് ഒരു എക്സ്പെൻസ് ആക്കിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു, അതൊരു എക്സ്പെൻസ് ആക്കി കണക്കാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ പണ്ട് ഒരു ബാഡ് ഡെറ്റ്സ് ഉണ്ടായിരുന്നു, അത് ഇൻകം ടാക്സ് ഓഫീസർ ബാഡ് ഡെറ്റായിട്ട് കണക്കാക്കിയിട്ട് അത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ടുള്ള ഒരു എക്സ്പെൻസായി കണക്കാക്കിയിട്ട് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇൻകത്തിൽ നിന്ന് കുറച്ചിട്ടുള്ള ബാഡ് ഡെറ്റ്സ് ആയിരുന്നെങ്കിൽ അത്തരം ബാഡ് ഡെറ്റ്സ് ഇന്ന് റിക്കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഇൻകം ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് P&L അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ കാണിക്കുന്ന ഐറ്റം പണ്ട് ഇൻകം ടാക്സിൻ്റെ അസസിങ് ഓഫീസർ അലോ ചെയ്തിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കണം, എങ്കിൽ മാത്രം അത് എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്, P&L അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ കാണിച്ചിട്ടുള്ള ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് അസസിങ് ഓഫീസർ അലോ ചെയ്യാത്ത പാസ്റ്റ് ഇയറിലുള്ള ബാഡ് ഡെറ്റ്സ് അസസിങ് ഓഫീസർ ഒരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാത്ത അലോ ചെയ്യാത്ത ഒരു ഡിഡക്ഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതൊരു ഇൻകം ആയിട്ട് കറണ്ട് ഇയറിൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻഅഡ്മിസിബിൾ ഇൻകമാണ്. ഇൻഅഡ്മിസിബിൾ ഇൻകം P&L അക്കൗണ്ടിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാനാണ് പഠിച്ചേക്കുന്നത്? അത് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. ആ സെൻറ്റൻസ് നോക്കൂ. ഇൻസ്റ്റെഡ് ഇഫ് ദ ബാഡ് ഡെറ്റ്സ് വാസ് നോട്ട് അലൗഡ് ആസ് എ ഡിഡക്ഷൻ ബൈ ദി അസസിങ് ഓഫീസർ ഇൻ ദ പാസ്റ്റ് ഇയേഴ്സ്. അതായത് ബാഡ് ഡെറ്റ്സ് അസസിങ് ഓഫീസർ ഡിഡക്ഷനായിട്ട് അലോ ചെയ്യാത്തൊരു എക്സ്പെൻസ് ആയിരുന്നു. ആ അലോ ചെയ്യാത്ത ബാഡ് ഡെറ്റ്സ് ഇന്ന് റിക്കവർ ചെയ്താൽ അത് ഇൻഅഡ്മിസിബിൾ ഇൻകമായിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി നെറ്റ് പ്രോഫിറ്റ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. If bad debts is allowed partially and disallowed partially, then part of the bad debts recovered during the year which belongs to allowed bad debts is treated as income. Which belongs to disallowed bad debts is not treated as income and hence deducted from net profit. ഇനി ബാഡ് ഡെറ്റ്സ് എന്ത് ചെയ്യാം? ഒരു എമൗണ്ട് തന്നിട്ട് പാർട്ട്ലി അലോ ചെയ്തു, പാർട്ട്ലി അസസിങ് ഓഫീസർ അലൗഡ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് ബാഡ് ഡെറ്റ്സ് ആണോ പണ്ട് അലൗ ചെയ്തിട്ടുള്ളത് ആ ബാഡ് ഡെറ്റ്സ് ഇപ്പോൾ കിട്ടിയാൽ അത് നമുക്ക് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പണ്ട് ഡിസലൗഡ് ആയിട്ടുള്ള ബാഡ് ഡെറ്റ്സ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് 28,000 രൂപയാണ് തന്നിരിക്കുന്നത്. അതായത് ക്രെഡിറ്റ് സൈഡിൽ P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 28,000 രൂപ തന്നിട്ടുണ്ട് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ താഴെ പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഓഫ് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് 10,000 റിലേറ്റ് ടു ബാഡ് ഡെറ്റ്സ് അലൗഡ് ഇൻ ദ ഏർലിയർ ഇയേഴ്സ്. ഈ 28,000 തന്നതിൽ
10,000 രൂപ റിലേറ്റ് ടു ബാഡ് ഡെറ്റ്സ് അലൗഡ് ഇൻ ദി എർലിയർ. 10,000 രൂപ മുമ്പ് അലൗ ചെയ്തിട്ടുള്ളതാണ്. അലൗ ചെയ്തു പറഞ്ഞാൽ അസസിങ് ഓഫീസർ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസസിങ് ഓഫീസർ അലൗ ചെയ്തിട്ടുള്ളതാണ് 10,000. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻ ദാറ്റ് കേസ് 10,000 ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം. ഈ 28,000-ൽ 10,000 നമുക്ക് ഈ വർഷത്തെ ഇൻകം ആയിട്ട് കണക്കാക്കാം. അപ്പോൾ അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട, ആ കാശൊന്നും ചെയ്യണ്ട. പക്ഷേ 18,000, ഈ 10,000 അലൗ ചെയ്തു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 18,000 അലൗ ചെയ്യാത്തതാണ്. അലൗ ചെയ്യാത്ത ഇൻകം നമ്മൾ ഇൻഅഡ്മിസിബിൾ ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഇൻഅഡ്മിസിബിൾ ഇൻകം P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. ലെസ് ഇൻഅഡ്മിസിബിൾ ഇൻകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 18,000 രൂപ ഇൻഅഡ്മിസിബിൾ ആയ കാരണം അത് മാത്രം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. Illustration 2. The P&L account of Mr. George showed a net profit of 1,43,700 after charging the following. അപ്പോൾ എപ്പോഴും P&L അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ തരണമെന്നില്ല. ഇവിടെ നോക്കൂ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 1,43,700 ആഫ്റ്റർ ചാർജിങ് ദി ഫോളോയിങ്. അതായത് ആ P&L അക്കൗണ്ടിൽ ഈ കാശ് വന്നിരിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ താഴത്തെ ഐറ്റംസ് ഒക്കെ ചാർജ് ചെയ്തതിന് ശേഷമാണ്. അതായത് നിങ്ങൾ P&L അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിൽ തന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് 1,43,700 വന്നിരിക്കുന്നത്. ഞാനിത് ആവർത്തിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഫ്റ്റർ ചാർജിങ്ങും ബിഫോർ ചാർജിങ്ങും വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 1,43,700 വന്നേക്കുന്നത് താഴെ പറയുന്ന A മുതലുള്ള H വരെയുള്ള ഐറ്റംസ് ഉൾപ്പെടുത്തിയതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റാണ് 1,43,700. ഓക്കെ, ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ആ P&L അക്കൗണ്ടിൽ ഈ മിസ്റ്റർ ജോർജ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? ഒന്ന്, സെയിൽസ് ടാക്സ് പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ്. സെയിൽസ് ടാക്സ് കൊടുത്തത് നമുക്കറിയാം, അത് ബിസിനസ്സിൻ്റെ മാത്രം എക്സ്പെൻസ് ആണ്. അപ്പം നമുക്കൊരു അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരില്ല. അടുത്തത് ഇൻകം ടാക്സ് പെയ്ഡ്. നമുക്കറിയാം ഇൻകം ടാക്സ് എങ്ങനത്തെ എക്സ്പെൻസാണ്? അത് ഡിസ്അലൗഡ് എക്സ്പെൻസാണ്. അത് ഒരു വ്യക്തിയുടെ അയാളുടെ ഇൻകത്തിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സാണ്. അത് ബിസിനസ്സായിട്ട് ഒരു ബന്ധമില്ല, അതുകൊണ്ട് ഡിസ്അലൗഡ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് ഐറ്റം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് കൊടുക്കാനായിട്ട് ലോൺ എടുത്തിട്ട് ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല, ഡിസ്അലൗഡ് എക്സ്പെൻസ് ആണ്. അടുത്ത ഐറ്റം, എക്സ്പെൻസസ് ഓൺ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്. പക്ഷേ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഓരോ ഹെഡിലും ഡിസ്അലൗഡ് എക്സ്പെൻസ് ഏതൊക്കെയാണ്, അലൗഡ് എക്സ്പെൻസ് ഏതൊക്കെയാണ്, ഡിസ്അലൗഡ് ഇൻകം ഏതൊക്കെയാണ്. ആ അത്രയും ഐറ്റംസ് കാണാതെ പഠിച്ചാലേ നമുക്ക് ഏതൊക്കെ ഐറ്റമാണ് ഡിസ്അലൗഡ് എന്നും അലൗഡ് എന്നും പറയാൻ പറ്റുള്ളൂ. അതിൽ എക്സ്പെൻസസ് ഓൺ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൗഡ് എക്സ്പെൻസ് ആണ്. അത് നമുക്ക് അലൗബിൾ ആണ്. അപ്പോൾ അലൗഡ് എക്സ്പെൻസിന് എന്ത് ചെയ്യണ്ട? ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യണ്ട, പ്ലസും ചെയ്യണ്ട, മൈനസും ചെയ്യണ്ട. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12,600 പറഞ്ഞാൽ നമ്മുടെ ഡിസ്അലൗഡ് എക്സ്പെൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അടുത്തത് ചാരിറ്റി പെയ്ഡ് 200, ബിസിനസിൻ്റെ എക്സ്പെൻസ് അല്ല, ഡിസ്അലൗഡ് എക്സ്പെൻസ് ആണ്, നമ്മൾ അതുകൊണ്ട് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. സാലറി ടു സ്റ്റാഫ് ബിസിനസിൻ്റെ എക്സ്പെൻസ് അല്ലേ, അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യണ്ട. റെൻറ്റ് പെയ്ഡ്, ഈ റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടാവുക ബിസിനസ്സിൻ്റെ ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് എന്തെന്നല്ല, ഹൗസിൻ്റെ റെൻ്റ് എന്നല്ല, ഹൗസ് റെൻറ്റ് പെയ്ഡ് എന്നൊന്നും പറഞ്ഞില്ല, വെറും റെൻറ്റ് പെയ്ഡാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ആ കെട്ടിടത്തിൻ്റെ റെൻറ്റ് പേ ചെയ്താണെന്ന് വിചാരിച്ച് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അലൗഡ് എക്സ്പെൻസ് ആണ്, ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട. ഇനി ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ടാക്സബിൾ പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം എത്തുമ്പോൾ ആദ്യം ഒരു ടേബിൾ വരയ്ക്കുക, 2 എമൗണ്ട് കോളം, ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഹെഡിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് പ്രോഫിറ്റ്. ആദ്യം നമ്മൾ ഏതാണ് ആദ്യം എഴുതുന്നത്? ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണ് എഴുതുന്നത്. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ബാക്കി എല്ലാ ഐറ്റവും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് 1,47,700 രൂപ ഔട്ടർ കോളത്തിൽ എഴുതുക. അത് കഴിഞ്ഞ് താഴെ ഡിസ്അലൗഡ് എക്സ്പെൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. ഡിസ്അലൗഡ് ഇൻകം ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. നമ്മുടെ ഇൻകം ഒന്നുമില്ല, എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ഐറ്റമായിട്ട് എഴുതുക. ഇൻകം ടാക്സ് ആദ്യം ആഡ് ഡിസ്അലൗഡ് എക്സ്പെൻസ് എഴുതുക. എന്നിട്ട് ഇന്നർ കോളത്തിൽ ഇൻകം ടാക്സിൻ്റെ 13,000 രൂപ ഡിസ്അലൗഡ് ആണ്, അതുകൊണ്ട് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 1,000 റുപ്പീസ് ഇന്നർ കോളത്തിൽ എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12,600. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ്റെ ഓരോ ഐറ്റം നോക്കുക, അലൗഡ് ആണോ ഡിസ്അലൗഡ് ആണോ അത് നോക്കിയിട്ട് വേണം പ്രോബ്ലത്തിൻ്റെ ആൻസർ ചെയ്യാൻ. ചാരിറ്റി ഡിസ്അലൗഡ് ആണ്, അപ്പോൾ 200 എഴുതി. അങ്ങനെ എല്ലാ ഐറ്റമും ഇന്നർ കോളത്തിൽ എഴുതി കൂട്ടിയിട്ട് ഔട്ടർ കോളത്തേക്ക് ഇടുക. അപ്പോൾ യു വിൽ ഗെറ്റ് 26,800.
അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല അതൊക്കെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. അപ്പോൾ ഈ എല്ലാ ഐറ്റംസും ആഡ് ചെയ്യണം, ലെസ് ചെയ്യല്ല ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 1,43,700-ന് 26,800 ആഡ് ചെയ്യുമ്പോൾ 1,70,500 രൂപ കിട്ടും. ഇതാണ് അയാളുടെ ടാക്സബിൾ ബിസിനസ് പ്രോഫിറ്റ്. കണ്ട, 1,43,700 അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞതൊന്നും ബിസിനസിന്റെ ചെലവുകളല്ല, ഇതൊക്കെ P&L അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തപ്പോൾ അയാളുടെ ബിസിനസ് പ്രോഫിറ്റ് എന്തായി കൂടി. 1,70,500 രൂപയ്ക്ക് അയാൾ ടാക്സ് കൊടുക്കേണ്ട ആളാണ്.